ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം തുടരുകയാണ്. പത്തനംതിട്ടയിൽ ജില്ലാ ആശുപത്രിയുടെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകർ കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ പ്രതിഷേധം നടക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ മതിലിനകത്താണോ നമ്മൾ ഈ കാണുന്ന പ്രവർത്തകർ? സുജിയ, പത്തനംതിട്ടയിൽ ജനറൽ ആശുപത്രിയിലേക്ക് നടന്ന സമരത്തിനിടെ BJP പ്രവർത്തകർ ബാരിക്കേഡിന്റെ എതിർവശത്തുള്ള മതിൽ ആ ഭാഗത്തേക്ക് ചെന്ന് മതിൽ ചാടിക്കടന്ന് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ പോലീസ് ഈ പ്രവർത്തകരുടെ പുറകെ ഓടിയെത്തി മതിലിന് മുകളിൽ നിന്നും ഈ പ്രവർത്തകരെ വലിച്ച് താഴെയിട്ടു. ഇപ്പോൾ BJP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്കുതർക്കം നടക്കുകയാണ്. ഇപ്പോൾ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അതിർത്തി, അതായത് ഒരു മതിൽ കൊണ്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ മതിൽ ചാടിക്കടന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കടക്കാനാണ് BJP പ്രവർത്തകർ ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമം പോലീസ് പെട്ടെന്ന് തടഞ്ഞു. പോലീസ് ആ സ്ഥലത്തേക്ക് ഓടിയെത്തി BJP പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. പക്ഷേ BJP പ്രവർത്തകർ ഇവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. വലിയ പോലീസ് സുരക്ഷയുണ്ട്. പോലീസ് BJP പ്രവർത്തകരോട് തട്ടിക്കയറുന്നുണ്ട്. ഇരു വിഭാഗങ്ങളും തമ്മിൽ വലിയ തർക്കം നടക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ തർക്കിക്കുകയാണ്. പത്തനംതിട്ടയിലെ പ്രതിഷേധ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ അവിടെ നിന്ന് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ പോവുകയാണോ, അതോ ബലപ്രയോഗത്തിലേക്ക് കടക്കേണ്ടി വരുമോ? സുജയ, ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കുതർക്കം നടക്കുന്നു. പോലീസ് ബലം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിനോട് തർക്കിക്കുന്നുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മതിൽ ചാടിക്കടക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷഭരിതമായ. പോലീസ് ഇപ്പോൾ കൂടുതൽ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകർ തടഞ്ഞ സ്ഥലത്തിന് എതിർവശത്തു കൂടിയാണ് BJP പ്രവർത്തകർ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത്. അവിടെയുണ്ടായിരുന്ന മതിലിന് മുകളിലും BJP പ്രവർത്തകർ കയറി. പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് പോലീസ് സംഘം ഇവിടേക്ക് വരികയും ഈ മതിലിന് മുകളിൽ കയറി മറുവശത്തേക്ക് ചാടി ഇറങ്ങാൻ ശ്രമിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഇറക്കുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും ഈ പ്രവർത്തകരെ പൂർണ്ണമായും ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഈ മതിലിന് സമീപത്ത് നിന്നും സമരം നടന്നയിടത്തേക്ക് തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ BJP പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനാണ് അല്പസമയം മുമ്പ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കുമ്മനം രാജശേഖരൻ നടത്തിയത്. സർക്കാർ മരുന്ന് കമ്പനികൾ പോലും കേരള സർക്കാരിന് മരുന്ന് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെന്ന് കുമ്മനം രാജശേഖരൻ വിമർശിക്കുന്നു. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ആ ഒരു സമരം വളരെ ദാരുണമായി പോയി എന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP പ്രവർത്തകർ നടത്തുകയാണ്. പോലീസ് അവിടെ നിന്ന് അവരെ നീക്കാനായിട്ടുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് ഇന്ന് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പത്തനംതിട്ടയിലെ പ്രതിഷേധം, പ്രവീൺ പുരുഷോത്തമൻ, ആരോഗ്യമന്ത്രിയുടെ ജില്ല കൂടി ആയതിനാൽ പത്തനംതിട്ടയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ സുജിയ, BJP ജില്ലാ നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികൾക്കാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ജില്ലയിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഐക്കാട് വീടിന് സമീപത്തേക്ക് വലിയ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്നിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് സമരം നടത്തുന്നത്. ഈ സമരം ആരംഭിച്ച് ഇത്രയും സമയത്തിനകം തന്നെ വലിയ സംഘർഷം തന്നെയാണ് പോലീസുമായി ഉണ്ടായത്. ഇപ്പോൾ കുമ്മനം രാജശേഖരന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് പ്രവർത്തകർ പെട്ടെന്ന് ഈ ബാരിക്കേഡിന് സമീപത്തുള്ള എതിർവശത്തുള്ള ഈ ജനറൽ ആശുപത്രിയുടെ മതിൽ ചാടിക്കടക്കാൻ ശ്രമം നടത്തിയത്. അത് പോലീസ് തടഞ്ഞു. ഇപ്പോൾ ഈ പ്രവർത്തകരെ പൂർണ്ണമായും ഈ സമരം നടത്തിയ ഭാഗത്തേക്ക് തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിട്ടുണ്ട്. പക്ഷേ അറസ്റ്റിന് വഴങ്ങാൻ BJP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തയ്യാറാകുന്നില്ല. ഇപ്പോൾ ബാരിക്കേഡിന്റെ മുൻവശം ഈ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ഇപ്പോൾ മുഴക്കുന്നുണ്ട്. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ BJPയും ഒപ്പം തന്നെ യുവമോർച്ചയും ഉറച്ചു നിൽക്കുന്നു. കുമ്മനം രാജശേഖരനും രൂക്ഷ ഭാഷയിൽ തന്നെയായിരുന്നു ആരോഗ്യവകുപ്പിനെയും ഒപ്പം തന്നെ മന്ത്രിയെയും വിമർശിച്ചത്. കേരളത്തിൽ ധാരാളം ആളുകൾ സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തുന്നു. ഡോക്ടർമാർക്ക് കട്ടിലിനടിയിൽ വരെ പോയി രോഗികളെ ചികിത്സിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അത്രയും തുറന്നു പറച്ചിലാണ് സർക്കാർ ഡോക്ടർമാർ നടത്തുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ മന്ത്രിയും
അത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. യാഥാർത്ഥ്യബോധത്തോടെ ആരോഗ്യവകുപ്പ് മന്ത്രി പ്രതികരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുൻ മിശ്രം ഗവർണർ കുമ്മനം രാജശേഖരൻ BJP ജില്ലാ നേതൃത്വം നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. പോലീസ് ബലം പ്രയോഗിച്ചാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ BJP പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല. അവർ മുദ്രാവാക്യം വിളിയോടുകൂടി ഇപ്പോഴും സമരം തുടരുന്നു. ഈ ബാരിക്കേഡ് തീർത്ത സ്ഥലത്തിന് എതിർവശത്ത് തന്നെയാണ് ആശുപത്രി കോമ്പൗണ്ട് ഉള്ളത്. പ്രധാന കവാടം ഇവിടെ നിന്ന് വീട്ടുകൾ മാത്രമേ ഉള്ളൂ. മതിൽ ചാടിക്കടന്ന ആശുപത്രിക്കകത്തേക്ക് പുതിയ ബിൽഡിംഗ് പണിയുന്ന ആ ഭാഗത്തേക്ക് ഓടിക്കയറാനാണ് യുവമോർച്ച പ്രവർത്തകർ ശ്രമിച്ചത്. അത് പോലീസ് പെട്ടെന്ന് ആ ഭാഗത്തേക്ക് എത്തി. മതിലിന് മുകളിൽ നിന്നും ഇപ്പോൾ ഈ പ്രവർത്തകർ പോലീസിനോട് തട്ടിക്കയറി. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കേറ്റം നടന്നു. ബലം പ്രയോഗിച്ചാണ് പോലീസ് ആ മതിലിന്റെ ആ ഭാഗത്തു നിന്നും പ്രവർത്തകരെ മാറ്റിയത്. ഇപ്പോഴും BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധ സമരം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലും ആലപ്പുഴയിലുമാണ് പ്രതിഷേധം തുടരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആലപ്പുഴ ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് BJPയുടെ പ്രതിഷേധം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അകത്തേക്ക് മതിൽ ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു.